ശുഭ നായർ വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് എന്നെ തന്നെ ഒരു ഇൻട്രഡക്ഷൻ പറഞ്ഞ് തുടങ്ങാമെന്ന് കരുതുന്നു. കാരണം എന്താണെന്നറിയുമോ, ഓയിൽ വാങ്ങിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം റിലേറ്റീവ് പറഞ്ഞതാ, അല്ലെങ്കിൽ അടുത്തുള്ള ആൾ പറഞ്ഞതാ, അല്ലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞതാ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് ഓയിൽ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇപ്പോൾ വാട്സപ്പിൽ. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്ന, ശുഭയ്ക്ക് എന്താണ് ജോലി, ശുഭ എന്തെടുക്കുക, ഓയിലിൻ്റെ ബിസിനസ് എങ്ങനെയാണ് തുടങ്ങിയത്. നമ്മൾ ബിസിനസ്സൊന്നും ആയിട്ട് വലിയ ബിസിനസ്സൊന്നും ആയിട്ടില്ല കേട്ടോ, എങ്കിലും ഒരുപാട് ആൾക്കാർ ഓയിൽ വാങ്ങിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് കരിമംഗല്യം മാറാനും കറുത്തപാട് മാറാനും മൊത്തത്തിലുള്ള ഡ്രൈനസ്, മുഖത്തെ കയ്യേലെ കഴുത്തേലെ കറുപ്പ്, ഷുഗർ വന്ന ഒരുപാട് ആൾക്കാർ, അത് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഷുഗർ വന്ന് കാലെ ചൊറിഞ്ഞ് കറുപ്പ്, കാലിലെ കറുപ്പ് ഒരുപാട് ആൾക്കാരുടെ മാറിയെന്ന്, ചിക്കൻ ബോക്സ് വന്നവരുടെ കറുത്തപാടൊക്കെ നമ്മൾ ഓയിൽ തേച്ചിട്ട് മാറിയെന്ന്, അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ ഇപ്പോൾ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഒരുപാട് സന്തോഷം. ഞാൻ ഒരു 10-25 വർഷമായിട്ട് ബ്യൂട്ടി പാർലർ നടത്തുന്ന ഒരാളാണ്. ഞാൻ ആരുടെയും പാർലറിൽ പോയി നിന്നിട്ടില്ല അസിസ്റ്റൻ്റായിട്ട്. ഞാൻ സ്വന്തമായിട്ട് തന്നെ 3 വർഷം പഠിച്ചു. അതായത് എൻ്റെ ഒരു BCom കഴിഞ്ഞ ആ സമയത്ത്. എന്നിട്ട് ഞാൻ അപ്പോൾ തന്നെ ഞാൻ പാർലർ ഇടുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും പാർലർ തുടർന്ന് പോകുന്നുണ്ട്. പക്ഷേ ഓയിലിൻ്റെ കുറച്ച് അധികം ഓർഡറും കാര്യങ്ങളൊക്കെ വരുന്നതും കൊണ്ട് ഞാൻ ഫേഷ്യൽ, പെഡിക്യൂർ, അങ്ങനെയൊക്കെയുള്ള ഹെന്ന, അങ്ങനെയൊക്കെയുള്ള ഡയ്യൊക്കെ ഒന്ന് നിർത്തി വെച്ചിരിക്കുക കേട്ടോ. ഫേഷ്യൽ പിന്നെയും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ അടുത്ത് സ്ഥിരം വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ വിളിക്കുമ്പോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിനിഞ്ഞാന്നും ഉണ്ടായിരുന്നു 2 ഫേഷ്യൽ, ഒരു ഹെന്നയൊക്കെ കേട്ടോ. പക്ഷെ എന്നാലും നിർത്തിയെന്ന് പറഞ്ഞാലും എൻ്റെ സ്ഥിരം ആൾക്കാർ വരുമ്പോൾ ഞാൻ ചെയ്തും കൊടുക്കുന്നുണ്ട്. അപ്പം ഓയിലിൻ്റെ കുറേ ഓർഡറിങ്ങിന് അധികം വരുന്നത് കൊണ്ട് നമ്മൾ അതിലേക്ക് കൂടുതൽ, എല്ലാ ജോലിയും കൂടെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ എത്ര വർഷമായി ഈ ജോലി തുടങ്ങിയിട്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് നിർത്തി. ചിലപ്പം ഞാൻ വിചാരിക്കും നന്നായിട്ട് അങ്ങോട്ട് വീണ്ടും അങ്ങോട്ട് നല്ല ഇതായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ആൾക്കാർ വരികയും, ശുഭ ത്രെഡ് ചെയ്ത വേദന അറിയത്തില്ലെന്നും, ശുഭ ഫേഷ്യൽ ചെയ്തെന്ന പോലൊന്നും ആരും ചെയ്തു തരത്തില്ലെന്നും ഒക്കെ പറയുന്നത് കേൾക്കുമ്പോൾ വീണ്ടും അങ്ങോട്ട് എനിക്ക് നമ്മൾ നന്നായിട്ട് പഠിച്ച ഒരു തൊഴിൽ, നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടിയ വരുമാനം, ഇതൊക്കെ നമ്മൾ പുറകോട്ട് ചിന്തിക്കുമ്പോൾ നിർത്താനും മനസ്സ് വരുന്നില്ല കേട്ടോ. പിന്നെ ബ്രൈഡൽ മേക്കപ്പ് എവിടെയും വിളിച്ചാൽ വന്ന് ചെയ്തു തരും കേട്ടോ. അതിന് ഒരു മടി ആരും വിചാരിക്കരുത്. ബ്രൈഡൽ മേക്കപ്പ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറയണം. നമ്മുടെ ഈ നമ്പർ തന്നെയാണ് കേട്ടോ, ഓയിലിൻ്റെ ഈ നമ്പർ തന്നെയാണ് വാട്സപ്പ് നമ്പർ, 9656987843 എന്നുള്ള ഈ നമ്പർ തന്നെയാണ്. അപ്പോൾ ബ്രൈഡൽ മേക്കപ്പ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വേറൊരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാവേ. ഏതായാലും 2-3 ദിവസമായി വീഡിയോ ഞാൻ ഇട്ടിട്ട്, അപ്പം ഇന്നൊരു നല്ല സൂപ്പർ വീഡിയോയാണ് നിങ്ങൾക്കായിട്ട് തരുന്നത്. നല്ല മുഖത്തിന് നല്ല ഗ്ലോ കിട്ടുന്നത്. അപ്പോൾ നമ്മളെ ഓയിൽ വാങ്ങിക്കാത്തവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, നമ്മുടെ വീഡിയോ കാണുന്നവർ, അവർക്കായിട്ട് മുഖത്തിന് നല്ല ഗ്ലോ വരാനുള്ള സൂപ്പർ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എങ്കിലും വേറൊരു കാര്യം പറയട്ടെ, ശോഭന പ്ലസ് മോഹൻലാലിൻ്റെ ഫിലിം ഇറങ്ങിയത് നിങ്ങളൊക്കെ അറിഞ്ഞോ? ഇന്നാണ് റിലീസായത്. അയ്യോ, എനിക്ക് ഭയങ്കര, ഞാനിത് അറിഞ്ഞപ്പം മുതൽ കുറച്ച് ദിവസമായല്ലോ, ഇതിൻ്റെ പാട്ടൊക്കെ സൂപ്പറായി, കുറച്ച് ദിവസമായല്ലോ, ഇത് വരും റിലീസാകും, പിന്നെ അത് വേണ്ടെന്ന് വെക്കും, അങ്ങനെയൊക്കെ ഈ ഫിലിം അങ്ങനെ കുറച്ച് പറയുന്നതാണ്. പക്ഷേ എമ്പുരാൻ കണ്ടിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് എന്താ പറഞ്ഞത്, എമ്പുരാൻ ആരും എനിക്കിഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടവർ കാണും, പക്ഷെ നമ്മുടെ ലാലേട്ടനെയും കൂടി അതിനകത്ത് കൊണ്ട് പിടിച്ചിട്ടിട്ട് എനിക്കതിനെപ്പറ്റി പറയാൻ ഞാൻ ആരുമല്ല. എന്നാലും ഞാനങ്ങ് പറഞ്ഞു പോയതാ കേട്ടോ, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ഫിലിം കേട്ടോ. പിന്നെ നമ്മുടെ ശോഭന മോഹൻലാൽ എന്ന് പറഞ്ഞപ്പോഴേക്കും ആദ്യം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് റിലീസാകുന്ന അന്ന് തന്നെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയി കണ്ടു. നല്ല സൂപ്പർ സിനിമ കേട്ടോ. നമ്മുടെ പഴയ ലാലേട്ടനില്ലേ, മണിച്ചിത്രത്താഴ്, നമ്മുടെ നാടോടിക്കാറ്റ്, പിന്നെ ശോഭനയായിട്ടുള്ളത്, അങ്ങനെ കുറേ സിനിമകളുണ്ടല്ലോ നമ്മൾ കണ്ടേക്കുന്നത്, നമ്മൾ മുൻപ് കണ്ടിരിക്കുന്നത്. അതായത് നല്ല ഫാമിലി എൻ്റർടൈനറായിട്ടുള്ള സിനിമയൊക്കെ ഇല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു കേട്ടോ, എനിക്ക് അത് തന്നെ വേണം. പിന്നെ തന്നെയല്ല, ശോഭന എന്ന് പറയുന്ന എത്ര നാൾ കൂടിയാണ് നമ്മൾ ഇതിൽ തിയേറ്ററിലിരുന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് കാണണം തന്നെ ഒരാഗ്രഹമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഈ ഓരോ സിനിമകൾ, എമ്പുരാൻ പോലെയുള്ള സിനിമകളൊക്കെ മക്കൾസൊക്കെ കാണണമെന്ന് പറയുമ്പോൾ എനിക്കും ഒരാഗ്രഹമില്ല ഇങ്ങനെ വരുന്ന സിനിമകളൊക്കെ കാണണമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി കണ്ടു. എനിക്ക് നിങ്ങളുടെ അടുത്തൊന്നും പറയാതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ പറയുമോ കേട്ടോ. ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്. ഇന്ന് പ്രദോഷമായിരുന്നു, അമ്പലത്തിൽ തിരുനക്കരയിലൊക്കെ പോയി. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അപ്പം തന്നെ നിങ്ങൾക്കൊരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ.
എല്ലാവരും അറിയട്ടെ, എല്ലാവരും അറിയട്ടെ, ഈ സിനിമയെ പറ്റി എല്ലാവരും അറിയട്ടെ, പോയി കാണട്ടെ. എമ്പുരാൻ കണ്ട് ലേഡീസിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കും, ഇഷ്ടപ്പെട്ടിട്ടുള്ളവരും കാണും, കുറ്റമൊന്നും പറഞ്ഞേക്കല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആയിട്ട് നമുക്ക് ലേഡീസിനൊക്കെ പറ്റിയ ഒരു ഫിലിമാകട്ടോ. സങ്കടവും വരുന്നുണ്ട്. നമുക്ക് ലാലേട്ടൻ കരയുമ്പോൾ അയ്യോ എൻ്റെ ചങ്കു പൊട്ടി ഞാനും കരയും അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ലാസ്റ്റ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് ഷാള് കൊട്ടൊക്കെ തുടച്ച് നല്ലതായിട്ട് ഇറങ്ങി പോകുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു സിനിമ കേട്ടോ. അടിയുണ്ടോ എന്ന് ചോദിച്ചാൽ അടിയുണ്ട്. ഫാമിലി സിനിമയാണെന്ന് ചോദിച്ചാൽ അതെ. പിന്നെ ഒരു സെക്കൻഡ് ഹാഫ് മുതൽ നമുക്കൊരു സസ്പെൻസ് ഉണ്ട് കേട്ടോ. അതൊന്നും ഞാൻ കഥയൊന്നും പറയുന്നില്ല, ഇന്നല്ലേ റിലീസായത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് എൻ്റെ അടുത്തൊന്ന് വിവരം പറയണം കേട്ടോ. എന്നോട് രഹസ്യമായിട്ട് വാട്സപ്പിൽ എന്ന് പറഞ്ഞാൽ മതി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നല്ല സൂപ്പർ സിനിമ കേട്ടോ, നല്ല സൂപ്പർ. നമ്മുടെ ലാലേട്ടനെ തിരിച്ചു കിട്ടി നമുക്ക്. നമ്മുടെ ലാലേട്ടന് പ്രായമൊന്നും ആയിട്ടില്ല, അങ്ങനെ വേണം നല്ല ആക്റ്റീവായിട്ട് ഓട്ടി പോണ്ടത്തെ പോലെ മുണ്ട് പറിച്ചിട്ടുള്ള അടിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. പിന്നെ നമ്മുടെ ആ ഒരു ഫിലിമിനകത്തെ പോലെ എൻ്റെ മുന്നിലൊരു ഫിലിം ഉണ്ടല്ലോ, അതിനകത്തെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും കാണണേ. കഥയൊക്കെ പറഞ്ഞാൽ എന്നെ ആരെങ്കിലും തല്ലാൻ വരും. പുതിയ സിനിമയല്ല, ഇന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി കാണണം, നല്ല സൂപ്പർ സിനിമയാണ് കേട്ടോ. ഞാൻ എമ്പുരാൻ കണ്ടിട്ട് വന്നപ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ എനിക്കിഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കാണുന്നവർ പോയി കാണുന്നൊക്കെയല്ല ഞാൻ പറഞ്ഞത്. എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ടെന്ന് പറയും കേട്ടോ. എൻ്റെ ഇഷ്ടമായിരിക്കും ഒരുമാതിരി പെട്ട മിക്കവർക്കും ഒക്കെ ഇഷ്ടം കേട്ടോ. കാരണം തിയേറ്ററിൽ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരുപാട് ലേഡീസ് തിക്കിങ്ങ് വരും. ലേഡീസായിരുന്നു ഫുള്ളെ, കുറച്ചേ ഉള്ളായിരുന്നു കേട്ടോ ആണുങ്ങളെ. അപ്പോൾ ഞാൻ പറഞ്ഞ് കണ്ടോ നോക്കടി പിള്ളേരെ. പിന്നെ ഇത് കണ്ടോ, ലേഡീസിനാണ് ശോഭനയും മോഹൻലാലും ഒക്കെ ഉള്ള സിനിമ. പഴയ സിനിമകളൊക്കെ വെച്ച് നമ്മൾ അങ്ങനെ ഒരു ഇതുപോലെയുള്ള ഒരു സിനിമയെങ്കിലും ഇടയ്ക്കൊന്ന് ഇറങ്ങണ്ടേ. കുറച്ചെങ്കിലും നമുക്കൊന്ന് കണ്ടാൽ മനസ്സിലാകുന്നതും ഈ എമ്പുരാൻ പോലെയുള്ള എനിക്കതൊന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ. ഇവിടെ എല്ലാവരും കാണാൻ പോകുന്നത് പറഞ്ഞാൽ ഞാൻ പോകത്തില്ല, വരത്തില്ല, ഇരുന്ന് ഉറങ്ങും ഞാൻ ആ വാശിക്ക് തിയേറ്ററിൽ പോയിരുന്ന. പക്ഷേ ഈ സിനിമ എനിക്കിഷ്ടമില്ലാത്ത സിനിമയ്ക്ക് പോവുകയാണെങ്കിൽ ഞാൻ ഇവരുടെയൊക്കെ നേരത്തോട്ട് കൈയും കാലും ഒക്കെ കെട്ടി വെച്ച് വീട്ടിൽ കിടന്നുറങ്ങുള്ളൂ, സുഖമായിട്ട് ഞാൻ ഉറങ്ങും കേട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത സിനിമ എനിക്കിഷ്ടമില്ല. പിന്നെ ഞാൻ ഇല്ലാതെ പോകത്തുമില്ല. അപ്പം അങ്ങനെയാണ്. പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള മോഹൻലാൽ, ശോഭന, പിന്നെ ഇതുപോലൊക്കെയുള്ള ഫാമിലി സിനിമകൾ ഇനിയും വരണമെന്നാണ് എൻ്റെ താല്പര്യം കേട്ടോ. കാരണം ഇപ്പോഴത്തെ സിനിമകളൊക്കെ എന്താ അല്ലേ. പക്ഷെ നമ്മുടെ പിള്ളേരോടൊന്നും പറയാൻ പറ്റുമല്ലോ, പിള്ളേർക്കൊക്കെ അതാണ് ഇഷ്ടം. എങ്കിലും നല്ല സൂപ്പർ സിനിമയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഫസ്റ്റ് തന്നെ മുഖമെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരട്ടെ. അമ്പലത്തിന് തൊട്ട ഭസ്മമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴുകിയിട്ട് വരാവേ. ഞാൻ നല്ലപോലെ മുഖമൊക്കെ ഒന്ന് പോയി കഴുകി കേട്ടോ. പിന്നെ ഇതെന്താണെന്നറിയുമോ, ഞാനൊരു ഉച്ചയായപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായോ? ഫ്ലാക്സ് സീഡാണ് കേട്ടോ. ഫ്ലാക്സ് സീഡിൻ്റെ ഗുണങ്ങൾ ഞാൻ പറയണം ഇനിയും. നമ്മുടെ മുടിക്ക് നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ഗ്ലോ വരാൻ നല്ലതാണ്. കൊറിയക്കാരുടെ ഒക്കെ ഗ്ലാസ് സ്കിന്നൊക്കെ നിങ്ങൾ കാണുന്നതല്ലേ, അവർ കൂടുതലും ഇത് നമ്മുടെ കഞ്ഞിവെള്ളം, നമ്മുടെ ചോറ്, ഇതൊക്കെയാണ് കേട്ടോ അവരുടെ മുഖത്ത് തേച്ച് അവർ മുഖത്തിന് നല്ല ഗ്ലോ വരുത്തുന്നത്. അപ്പോൾ നമുക്ക് തലയിലെ താരം പോകാൻ ഞാൻ നിങ്ങൾക്ക് മുൻപ് വീഡിയോയ്ക്കകത്ത് ഇട്ടിട്ടുള്ളതാണ്. താരം പോകാൻ, മുടിക്ക് നല്ലൊരു വൃത്തിയാവാൻ, മുടിയിലെ മുടിക്ക് ചർമ്മം നല്ലൊരു സൂപ്പറാവാനും, കാരണം ഇൻഫെക്ഷനൊക്കെ മാറാൻ, താരൻ പോലെയുള്ള ഒക്കെ മാറാനും ഒക്കെ നല്ലതാകട്ടോ നമ്മുടെ ഫ്ലാക്സ് സീഡ്. ഇതിപ്പോൾ ഞാൻ അരിച്ചൊന്നും എടുക്കുന്നില്ല, അതായത് ഞാൻ കുറച്ചങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഇങ്ങനെ ഇത് കണ്ടോ, ഇങ്ങനെ ഒരു തിക്നെസ് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഇതിന് വരും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അരിക്കുന്നില്ല, ഇതിൻ്റെ കുറച്ച് നല്ല ഭാഗം എടുത്ത് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങോട്ട് തേച്ച് കൊടുക്കുവാണേ. നമ്മുടെ സ്കിന്ന് നല്ല സൂപ്പറായിട്ട് നല്ല ഗ്ലോ വരാനും, സ്കിന്നിന് നല്ലൊരു നിങ്ങൾക്ക് തേച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും കേട്ടോ. നമ്മുടെ ഫ്ലാക്സ് സീഡ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല കളർ വരാൻ, സ്കിന്നിന് നല്ലൊരു ഗ്ലോ വരാൻ, കളർ വരുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇത് തേക്കുമ്പം തന്നെ നമുക്കറിയാം. പിന്നെ എൻ്റെ സ്കിന്നെന്ന് പറഞ്ഞാൽ ഓയിൽ തേച്ച് നല്ല ഗ്ലോ ആക്കി വെച്ചേക്കുന്ന സ്കിന്നാണ്. അപ്പം അതിലോട്ട് ഇതൊക്കെ അങ്ങോട്ട് ഇടുമ്പോഴത്തേനും ഉണ്ടല്ലോ, അപ്പം നമ്മുടെ ഓയിൽ തേക്കുന്നവർക്കും ഇത് നല്ലതായിട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ലൊരു ഗ്ലോ വരും. ഇതിപ്പം അരിച്ചെടുക്കുവാണെങ്കിൽ, ഇപ്പോൾ അരിച്ചെടുക്കാനൊന്നും ഇനി നേരമില്ല കുഞ്ഞുങ്ങളെ. ഞാൻ ഒത്തിരി ദിവസമായല്ലോ വീഡിയോ ഇട്ടിട്ടെന്നോർത്തോണ്ടാണ് അല്ല ഞാനിത് ചുമ്മാ മുഖത്തോട്ട് എടുത്ത് തേക്കത്തേ ഉള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും കേട്ടോ, നിങ്ങൾ കാണാതെ എന്ന് പറയാൻ പറ്റുമല്ല. ഇതിപ്പോൾ സമയമില്ലാത്തപ്പോൾ വീഡിയോ ഇരുന്ന് ചെയ്യാനായിട്ട് ഇന്നിപ്പോൾ എനിക്ക് ഓയിലിൻ്റെ കുറേ വർക്കുണ്ട് കേട്ടോ. അപ്പം അഡ്രസ്സൊക്കെ എഴുതി വെക്കണം.
പിന്നെ 14ഉം 15ഉം 14-ാം തീയതി നമുക്ക് വന്ന ഓർഡർ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അപ്പം 14-ാം തീയതി 15-ാം തീയതി അല്ല 14-ാം തീയതി വന്ന ഓർഡർ ഞാൻ 14, 15 ഇപ്പോഴും ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ അതെല്ലാവരും വന്ന് പറയണം കേട്ടോ. വാട്സപ്പിൽ എല്ലാവരും പറയുന്നുണ്ട്, എങ്കിലും ഒന്നും കൂടെ ഓർമ്മിപ്പിച്ചതാണ്. പിന്നെ നമ്മുടെ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് തേച്ചപ്പോഴത്തേനും നിങ്ങളുടെ മുഖത്തിന്, എൻ്റെ മുഖത്ത് തേച്ചപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം തോന്നുന്നുണ്ടോ? കുട്ടികളെ നോക്കിക്കുക, എൻ്റെ മുഖത്തോട്ട് എന്തൊരു മാറ്റമാണ്. നമ്മുടെ ഈ എന്താ പറയുക, നല്ല നല്ല തണുപ്പ്. ഞാൻ ഫ്രിഡ്ജിലൊന്നും ഇത് വെച്ചില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെ ഉച്ച സമയമായപ്പോഴത്തേനും ഫ്ലാക്സ് സീഡ് കുറച്ചെടുത്തിട്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് ഞാൻ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് തണുക്കാനായിട്ട് അടച്ചു വെച്ചേക്കുമായിരുന്നു. ഞാനതിപ്പോഴാണ് ഇങ്ങനെ എടുത്തത്. ഇനിയിപ്പം അരിക്കാൻ പോയാൽ അത് അതിൻ്റെ ഈ ഫ്ലാക്സ് സീഡിൻ്റെ ഈ ഒരു ഇതും കൂടെ അങ്ങോട്ട് നന്നായിട്ട് വെന്തിരിക്കുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടെ കിട്ടിക്കോട്ടെ. അതും കൂടി ഞാൻ അരിച്ചില്ല. ഇനി ഇത് നാളെ രാവിലെ ഞാൻ ഇതിനകത്ത് മിച്ചമുള്ളത് നല്ലപോലെ മിക്സിക്കകത്തോട്ട് അടിച്ചിട്ട് തലത്തേക്കും. അപ്പം നമുക്ക് 2 ഗുണമായി തിളപ്പിച്ചെടുത്തുകൊണ്ട് ഇനി നമുക്ക് ഈ ഇതിങ്ങനെ കിട്ടുന്നത് നമ്മുടെ 2 കൈയിലും കൂടെ ഇതൊന്ന് ആക്കിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്യുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂടും. നമ്മുടെ കയ്യിലോട്ടും ഒക്കെ തേച്ച് കൊടുക്കാം ഇത് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് ചെയ്താലും കയ്യിലും ചെയ്യണം, കഴുത്തേലും ചെയ്യണം, എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മുടെ എല്ലായിടത്തും ഒരേപോലെ നമുക്ക് സൗന്ദര്യമായിട്ടിരിക്കത്തുള്ളൂ. ഇത് കണ്ടോ, ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ വരും മുഖത്ത്. ഇത് കണ്ടോ, ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തിക്ക് കൺസിസ്റ്റൻസിയാണ്. ഇതിങ്ങനെ ഒരുമാതിരി എന്താ പറയുക, കഞ്ഞിവെള്ളം അല്ല, ഇങ്ങനെ നല്ലൊരു കുറുകിയിരിക്കുന്ന ഒരു ഇതുപോലെ ആയിരിക്കുന്നത് കേട്ടോ. എന്തൊരു സുഖമാണെന്നറിയോ. എൻ്റെ മുഖത്ത് വരുന്ന മാറ്റം കണ്ടോ. നിങ്ങളെല്ലാവരും ഫ്ലാക്സ് സീഡ് വാങ്ങിക്കണം. നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെയും കൈ കാണും, എല്ലാവരും ഇടുന്നതും ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ മൂക്കയിലെ കറുപ്പും കാര്യങ്ങളും നല്ലൊരു ഗ്ലോ വരും കേട്ടോ ഇതിന്. പിന്നെ തുടർച്ചയായിട്ട് ഇതിടുന്നത് മൂലം നല്ലൊരു കളർ വരാനും സാധ്യതയുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, നന്നായിട്ട് നമ്മുടെ ഫേസ് ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഫേസിന് ടാനൊന്നും അടിക്കാതെ നല്ല കളറായിട്ടിരിക്കത്തില്ലേ. അപ്പോൾ നമ്മുടെ ഈ ഫ്ലാക്സ് ജെല്ലൊക്കെ ഇതൊരു നല്ല നമ്മളൊരു സിറം യൂസ് ചെയ്യത്തില്ലേ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഗുണമുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് കാശ് കൊടുത്ത് സിറം മേടിക്കുന്നതിലും നല്ലത് ഫ്ലാക്സ് സീഡ് ഇതുപോലെ ഒരു 2 സ്പൂൺ എടുത്താൽ മതി. 2 സ്പൂൺ എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിപ്പിച്ച് നല്ല തിളപ്പിച്ച് വെറ്റി ഫസ്റ്റ് നമ്മൾ മീഡിയത്തെ ഇടണം. പിന്നെ നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേനും അത് സിമ്മയിലിട്ടിട്ട് അവിടെ ഒരു 10 മിനിറ്റ് നേരം കിടക്കട്ടെ. അപ്പം ഇതുപോലെ നല്ലൊരു നല്ല സിറം പോലെ അതിനകത്ത് വന്ന് കിടക്കും. അതിങ്ങനെ എടുത്ത് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ആര് പറഞ്ഞു തരും, നിങ്ങൾ പറ. അപ്പം ശുഭായൻ നായറിനെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം. നിങ്ങളെന്താ എനിക്ക് വാട്സപ്പിൽ വന്ന് കമൻ്റ് ഇടുന്ന എല്ലാവരും, ഞാൻ എൻ്റെ ഈ ഇത് കണ്ടിട്ട് എല്ലാവരും വാട്സപ്പിൽ വന്ന് കമൻ്റ് ഇടുക. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും വീഡിയോയിൽ തന്നെ കമൻ്റ് ഇടണം. ഇനി വാട്സപ്പിൽ കമൻ്റ് ഇട്ടാൽ ഞാൻ നോക്കത്തില്ല കേട്ടോ, ഞാൻ പിണങ്ങും. അപ്പോൾ എല്ലാവരും ഈ വീഡിയോയുടെ അടിയിൽ തന്നെ വന്ന് കമൻ്റ് ഇടാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇന്ന് പോട്ടെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പോൾ സിനിമയുടെ കാര്യം ആരും മറക്കരുത്, എല്ലാവരും പോയി കണ്ടോണം. പ്രമോഷൻ വീഡിയോ ഒന്നും അല്ല കേട്ടോ. എനിക്കെൻ്റെ ലാലേട്ടനെ കണ്ടപ്പം വന്ന ആ ഒരു ഇഷ്ടം, ആ ഒരു എന്താ പറയുന്നത്, എനിക്ക് പറയാനൊന്നും അറിയത്തില്ല. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മുഖം കഴുകി കളഞ്ഞിട്ട് ഞാൻ കാണിക്കണം. ഇനി മുഖം ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ കഴുകി കളഞ്ഞിട്ട് എങ്ങനെയാണ് അപ്പോൾ മുഖം ഇരിക്കുന്നത് അറിയോ. നല്ല കളർ വന്ന്, നല്ല ഗ്ലോ വന്ന്, നല്ല വെളുത്ത്, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ഇതിട്ട് കഴിഞ്ഞ് മോയ്സ്ചറൈസർ ഒന്നും ഇടേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ പോട്ടെ, നാളെ ഒത്തെങ്കിൽ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.